നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് കൊണ്ടുവരുന്ന പ്രസാദമൊക്കെ അവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, വിളക്കിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പം ആ പൂവും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി, ആ ഉടനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ പൂവൊക്കെ എടുത്ത് തലയിൽ വയ്ക്കും. ഉണങ്ങി കഴിയുമ്പോൾ അതെടുത്ത് കളയും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ എല്ലാത്തിനും ഓരോരോ ചെപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാം ഇട്ട് വെക്കും. ചന്ദനമായാലും കുങ്കുമമായാലും ഭസ്മമായാലും ഒന്നും കളയില്ല കേട്ടോ. ഇവിടെ അതിനൊക്കെ ചിലവുണ്ട്. എല്ലാവരും കുളിയൊക്കെ കഴിയുമ്പോൾ കുറിയൊക്കെ വരയ്ക്കാറുണ്ട്. അമ്പലത്തിൽ രാവിലെയൊക്കെ എവിടെയെങ്കിലും റെഡിയായി പോകുമ്പോൾ ഏട്ടായി എന്നും കുറിയൊക്കെ തൊട്ടാട്ടോ പോണേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഈ കുങ്കുമത്തിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കുങ്കുമം ആ ഒരു പ്രത്യേക റെഡല്ലേ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെയൊക്കെ തൂത്തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കണത് ഒരു 6 മണി, 6:15, 6:30 ആ ടൈമിലാട്ടോ നമ്മൾ വിളക്ക് കത്തിക്കണേ. ഇന്നും ആ ടൈമിലൊക്കെ തന്നെ. പക്ഷേ ഇന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പിന്നെ ഇരുട്ടിട്ടുണ്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് മഴയല്ലേ. അപ്പോൾ ഒരു 5:30 കഴിയുമ്പോൾ തൊട്ട് ഇവിടെ ഏറെക്കുറെ ഇങ്ങനെ ഒരു മൂടിയ അവസ്ഥയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളിന്ന് അവിടെയൊക്കെ മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ദിവസം ആയിരുന്നു അവിടെയൊക്കെ ഒന്ന് തൂത്തുടച്ചിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴേക്കും ഏട്ടായി വന്നു കേട്ടോ. അപ്പോൾ ഏട്ടായി വണ്ടി വീട്ടിൽ കൊണ്ടിടാൻ വേണ്ടി വന്നതാണ്. ഏട്ടായി വണ്ടിയിൽ പേരെഴുതി കേട്ടോ. പേര് എന്നതാ എഴുതേണ്ടതെന്ന് ഏട്ടായി ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് വീടിൻ്റെ പേര് തന്നെ വന്നേ, ശിവോഹം എന്നാണ്. നമ്മൾ ഫ്രണ്ടിലൊരു ഓമും കൂടെ ഇട്ട് ഓം ശിവോഹം എന്നാട്ടോ വീടിൻ്റെ പേര് തന്നെയാണ് വണ്ടിക്ക് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ ഇച്ചൂട്ടൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ചെറുതായിട്ടാട്ടോ അതൊക്കെ എഴുതണം. പിന്നെ കാർ വാഷിൻ്റെ പേരും മൂൺഷൈൻ എഴുതി, ഏട്ടയുടെ ഫോൺ നമ്പറും വെച്ചു. സൈഡിലായിട്ട് മിററിൻ്റെ അല്ല, ബാക്കിൽ ഡോറിൻ്റെ ആ ഗ്ലാസ്സിൽ ട്രിക്സ് ഡാഡി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഏട്ടായി നമ്മുടെ ചാവിക്ക് ഒരു കവറൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഏട്ടായി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടായി വന്നു. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി ചെന്നായിരുന്നു. അതുകൊണ്ട് ഒട്ടും കുറിയൊന്നും തൊട്ടില്ല. എന്നാൽ വന്ന് കുറിയൊക്കെ തൊട്ടേക്കാന്ന് ഓർത്തു. പിന്നെ ഇന്ന് കുങ്കുമൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് ഞാൻ സിന്ദൂരമൊക്കെ തൊട്ടു കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും സിന്ദൂരം തൊടാറില്ല കേട്ടോ. നമ്മൾ ഈ മോഡേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിനൊരു ചേർച്ചയായിട്ട് സിന്ദൂരം തൊടാറില്ല. ഇന്ന് അതുകൊണ്ട് തൊട്ടിട്ടുണ്ട്.